വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഇന്ന് വെജിറ്റബിൾ നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന്, പിന്നെ മുളക് പൊടി, പിന്നെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ആവശ്യത്തിന്, പിന്നെ ഉപ്പ്, പിന്നെ രണ്ടോ മൂന്നോ ചില്ലി നല്ല സ്ലൈസ്ഡ് ആയിട്ടുള്ളത്, ഹാഫ് സ്ലൈസ്ഡ് മതിയാവും. പിന്നെ ബീൻസ്, അത് ഹാഫ് സ്ലൈസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ ഓനിയൻ, അതും സ്ലൈസ് ആയിട്ടുള്ളത്, സ്ട്രൈറ്റ് ആൻഡ് ഹാഫ് കട്ടഡ്. പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്ക സ്ലൈസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ വെള്ളം, ആവശ്യത്തിന് വെള്ളം. പിന്നെ നൂഡിൽസ്, പിന്നെ ടൊമാറ്റോ സോസ് ആവശ്യത്തിന്, ചില്ലി സോസ്, സോയാബീൻ സോസ്. പിന്നെ ആദ്യം ഒരു പാത്രം എടുക്കുക, അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ നൂഡിൽസ് ഒന്ന് ഹാഫ് ബോയിൽഡായിട്ട് എടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിനു വേണ്ടി അത് ജസ്റ്റ് ഒന്ന് ഒരു 3/4 എങ്കിലും മുങ്ങി നിൽക്കുക എന്നുള്ള രീതിയിലുള്ള വെള്ളം ഒഴിക്കുക. ഈ നൂഡിൽസ് ഒന്ന് ചെറുതായിട്ട് ചൂടായ വെള്ളത്തിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് നൂഡിൽസിനെ ഒന്ന് ഇങ്ങനെ മറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് മറിച്ച് വെള്ളം ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഒരു ഹാഫായിട്ട് സോക്ഡ് ബോയിൽഡ് ആയിട്ടുള്ള ഒരു ഹാഫ് വെന്ത രീതിയിൽ വരികയാണെങ്കിൽ വരുമ്പോഴത്തേക്കും എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഉള്ള വെള്ളം കളയുക. അത് വേറൊരു പാത്രത്തിലേക്ക്, സ്മോൾ ഹോൾസ് ഉള്ള പാത്രത്തിലേക്ക് വെള്ളം പോകുന്നുള്ള രീതിയിൽ ഒഴിച്ച് മാറ്റി വയ്ക്കുക. അതിലേക്ക് ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ അതിലേക്ക് നേരത്തെ സ്ലൈസ്ഡ് ആയിട്ടുള്ള ഓണിയൻസ് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്യുക. വളരെ ഒരു 10 to 20 seconds ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ബേണിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളക്കിയതിന് ശേഷം ഒരു 20 seconds ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്തിട്ടുള്ള ബീൻസ് ആഡ് ചെയ്യുക. അതിനു മുമ്പേ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 1 to 2 teaspoons സോൾട്ട് ആഡ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബീൻസ് ആഡ് ചെയ്യുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ബീൻസ് ആഡ് ചെയ്യുക. പിന്നെ ക്യാരറ്റ്സ് ആഡ് ചെയ്യുക. പിന്നെ ക്യാപ്സിക്ക
ആഡ് ചെയ്യുക. അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിമം ഒരു 2 to 5 minutes എങ്കിലും ഒന്ന് ഹാഫ് ഫ്രൈ ആവുന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു 3/4 എങ്കിലും ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചില്ലി ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒരു 20 to 30 seconds ഒന്ന് ഒരു ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. നല്ല കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു 2 to 3 teaspoon ചില്ലി പൗഡർ ആഡ് ചെയ്യുക. അത് എരി വേണം എന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 to 3 teaspoon മതിയാവും. എരി കുറച്ച് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി. ഹാഫ് വേണമെന്നില്ല, ഒരു ഹാഫ് മതിയാവും. ഒരു 1/4 ഒക്കെ ആഡ് ചെയ്താലും മതിയാവും. പിന്നെ മല്ലിപ്പൊടി ഒരു 1 to 2 teaspoon മതിയാവും. അതിനൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഹാഫ് തിളപ്പിച്ച് സോക്ക്ഡ് ആയിട്ടുള്ള നൂഡിൽസ് ആഡ് ചെയ്യുക. തീ ഒന്ന് മീഡിയം ആക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അത് ഈ നൂഡിൽസ് ഫുള്ളും ഒന്ന് ഈ കറി ആവുന്നുള്ള രീതിയിൽ ഫുള്ളൊന്ന് കുഴച്ചെടുക്കുക. ഒരു 1 minute എങ്കിലും നന്നായിട്ട് കുഴയ്ക്കുക. ഒരു ഏകദേശം കുഴച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും സോയാബീൻസ് ഒരു 1 teaspoon മതിയാവും, അത്ര ഒഴിക്കുക. പിന്നെ 2 to 3 teaspoon ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, 1 to 2 teaspoon ചില്ലി സോസ് ആഡ് ചെയ്യുക. അതിനുശേഷം 2 to 3 teaspoon ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 minutes എങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ വെജിറ്റബിൾ നൂഡിൽസ് തയ്യാർ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.